Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്താറായില്ലേ, അതുകൊണ്ട് തന്നെ സദ്യ സ്പെഷ്യൽ റെസിപ്പീസാണ് കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദ്യയിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലേ കിച്ചടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ പാവക്ക കിച്ചടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാവക്ക കിച്ചടി. പാവക്ക വറുത്തെടുക്കാനുള്ള കുറച്ച് ടൈം മാത്രമേ നമുക്കിതിന് കൂടുതലായിട്ട് ആവശ്യമുള്ളൂ. പാവക്ക വറുത്തെടുത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിച്ചടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പാവക്ക കിച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പം പാവക്ക വെച്ചിട്ട് മാത്രമൊന്നുമല്ല കേട്ടോ, കുമ്പളങ്ങ, ബീട്രൂട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കിച്ചടി ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് കാണിക്കുന്നത് പാവക്ക കിച്ചടിയുടെ റെസിപ്പിയാണ്. പാവക്ക രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുടച്ചെടുത്തതാണ് കേട്ടോ. പാവക്ക ഫ്രൈ ആക്കിയിട്ടാണല്ലോ നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു 2 അറ്റവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരുവൊക്കെ മാറ്റാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലെ കുരുവൊക്കെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പാവക്ക ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് സമയം വെക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഒരുപാട് സമയം വെച്ചാൽ പിന്നെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ഫ്രൈ ആക്കാൻ എണ്ണയിലേക്ക് ഇടുമ്പം പൊട്ടിത്തെറിക്കും. അപ്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ചൂടാൻ വെച്ചിട്ട് ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി പാവക്ക എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാവക്ക ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാവക്ക കുഴഞ്ഞ് അങ്ങനെയാവും ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പം ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതാ പാവക്ക റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് കരിയാൻ നിൽക്കണ്ട കേട്ടോ. ഈ ഒരു കളറിലാവുമ്പോൾ കറക്റ്റ് കുക്കായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാവക്ക വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാവക്ക പെട്ടെന്ന് കരിയും ചെയ്യും, ഉൾഭാഗമൊന്നും കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പം പാവക്ക ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വറുത്തെടുക്കുക.
അങ്ങനെ ഇതാ പാവയ്ക്ക ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ, 3-4 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് പാകത്തിന് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ലാസ്റ്റ് നമ്മൾ വറ്റൽമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1-2 പച്ചമുളക് മതിയാവും. പിന്നെ അതാ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പം ഈ തേങ്ങ നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ അതാ തേങ്ങയും തൈരും പച്ചമുളകും കടുകും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പാവയ്ക്ക ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പാവയ്ക്ക ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, കുറച്ചിവിടെ ബാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ നല്ല കട്ട തൈര് വേണം ഈ ഒരു കിച്ചടിയിലേക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ. തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. തൈര് നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടയൊക്കെ ഉടച്ചെടുത്താൽ മതി. മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ടൊക്കെ തൈര് നമ്മൾ അടിക്കുമ്പോൾ നന്നായിട്ട് ലൂസായി പോവും. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തൈര് വേണ്ടത്. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്ത തൈരും നമുക്ക് ആ ഒരു പാവയ്ക്ക മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി കുറച്ച് കുറവുള്ള നല്ല കട്ട തൈര് വേണം കേട്ടോ നമ്മൾ കിച്ചടിയിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവ് തന്നെയാവും, കാരണം നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്തപ്പം ചേർത്ത് കൊടുത്ത കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം തൈരും തേങ്ങ അരപ്പൊക്കെ ചേർത്തപ്പം ഉപ്പ് കുറച്ച് കുറവാവും. നോക്കിയിട്ട് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പാവയ്ക്ക ഫ്രൈ ചെയ്തിരുന്ന ആ ഒരു ഓയിലിന് കുറച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഫുള്ളായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം വറവ് ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യണില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെയാണ് സെർവ് ചെയ്യുന്ന സമയത്താണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവസാനമായിട്ട് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു പാവയ്ക്ക ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെയും ബീട്രൂട്ട് കിച്ചടിയുടെയൊക്കെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക്